നമ്മൾ രാവിലെ മുട്ടക്കറി വെക്കാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ ഏതെങ്കിലും സ്വിമ്മിംഗ് ക്ലാസ്സിന് കൊണ്ടുവിട്ടിട്ട് 1 മണിക്കൂർ സമയമാണ് അവരുടെ ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ വീട്ടിൽ വന്നിട്ട് കറിയൊക്കെ വെച്ചിട്ട് വീണ്ടും തിരിച്ചു പോകാനായിട്ട് നോക്കുവാണ്. ഒരു അച്ഛൻ എന്നെ ഉള്ളി അരിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവാണ്. ഉള്ളി അരിഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ചിലർ റൂമിൽ ഉള്ളി അരിഞ്ഞ് നല്ല പരിചയമുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഉള്ളി അരിയാൻ കൂടുകയാണ്. നല്ല സ്പീഡിൽ ഉള്ളി അരിഞ്ഞ് തരും കേട്ടോ. പിന്നെ നോക്കി അരിഞ്ഞോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. തീ കുറഞ്ഞ് ഇച്ചിരി നേരം കൂടെ തിളക്കട്ടല്ലേ, എന്നിട്ട് വേണം എന്റെ എടുത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ചായ നല്ല നൈസായിട്ട് കട്ടാക്കിലോ. താങ്ക് യു. ഇവക്കുട്ടി എണീറ്റിരുന്ന് രാവിലെ തന്നെ TV കാണുവാണ്. അച്ഛാ സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാധനം മേടിക്കണം. നാളെ മേടിക്കാം അല്ലേ? നാളെ വീക്കെൻഡ് ആണല്ലോ. നാളെ പോയി മേടിക്കാവേ. ചായ പാവേ അവിടെ ഉണ്ട് ഗ്ലാസ്. ഇത് മതിയില്ല കടുപ്പം, നല്ല കടുപ്പം ചേച്ചാ. രാവിലെ തന്നെ സ്ട്രോങ് ചായ കുടിക്കണം. ഞാനും എൻ്റെ പിള്ളേരും സ്ട്രോങ്ങാ. ഏതും ജലദോഷമുണ്ട് ചെറുതായിട്ട്. ഇന്നലെ എന്നിട്ടേ ഏതക്കുട്ടിനും ജലദോഷത്തിന് മരുന്ന് കൊടുത്തേ. അന്നേരം നോക്കുമ്പോ ഇവാക്കുട്ടി ഇച്ചക്കുട്ടി കൂടെ നോക്കിയിരിക്കുക. മരുന്നിന്റെ ടേസ്റ്റ് തന്നെ അന്നേരം ഏതും പറഞ്ഞു ഓറഞ്ചിന്റെ ഫ്ലേവർ ആണ്. അപ്പൊ ഇവാക്കുട്ടി എനിക്ക് കുടിച്ചിട്ട് തരും. ജലദോഷം ഇല്ലാത്ത അവർക്ക് എന്നോട് പറയണേ, കഴിഞ്ഞ ദിവസം നമ്മള് വേറെയുടെ മരുന്ന് കൊടുത്തില്ലേ, അതൊന്നും കുടിക്കാനുണ്ടോ? മരുന്ന് കുടിക്കാനായിട്ട് എന്തൊരു ഇഷ്ടമാണ്. എന്റെ അച്ഛൻ അത് മതി. അല്ല ചായ ഇനിയിപ്പോ 1/2 ഗ്ലാസ് ആയി പോകും കേട്ടോ. ഇത് വേണ്ട, അരിപ്പ് വേണ്ടേ? അതിനെന്നാ ചെയ്യണമെന്ന് അറിയാമോ? തീ കൂട്ടവും കുറയ്ക്കുകയും ചെയ്താൽ മതി. അപ്പൊ തീ കൂട്ടുമ്പോ ഇങ്ങനെ മുകളിലേക്ക് വരും, പൊങ്ങി വരും. ഇത് കുറയ്ക്കണം, അന്നേരം വീണ്ടും താഴോട്ട് പോകും. അന്നേരം നമ്മളെ ഒരു കുറച്ചൊന്ന് കാറ്റുന്ന ഒരു എഫക്റ്റ് ഒക്കെ കിട്ടും. ഞാൻ അത് നോക്കാം, ഞാൻ അളന്നില്ല. കറക്റ്റല്ലേ? ചായ കറക്റ്റല്ലേ? 2 പേർക്കും കിട്ടിയില്ലേ? ഞാനിപ്പോ അഭിനന്ദിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഭിനന്ദിച്ചാൽ എന്താ കുഴപ്പം? വാടി കിട്ടാനായിട്ട് ഒന്ന് ഉപ്പൊക്കെ ചേർക്കാം. ഇനി രണ്ടാമതൊരു ഉപ്പ് ചേർക്കൽ ചേർക്കും. ആ ചേർക്കലിലാണ് ഉപ്പ് കൂടിപ്പോകുന്നത്. രണ്ടാമത് ചേർക്കുമ്പോ നീ നോക്കിട്ട് ചേർത്താ പോരെ? അത് പക്ഷെ എണ്ണ വരത്തില്ല, ചിലപ്പം ഉപ്പ് കൂടി പോകും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നോ, വേഗം അതിൻ്റെ അകത്ത് ഒരു ഉള്ളി മുറിച്ച് വെക്കും വട്ടത്തില്. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടി വലിയൊരു ഉള്ളി കറിക്കകത്ത്. അതങ്ങനെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാ. നിങ്ങളത് ഡെക്കറേഷൻ ആണെന്നാണ് ഓർത്തത്. എനിക്ക് മനസ്സിലായി, നീയല്ലേ വെച്ചേ. എനിക്ക് മനസ്സിലായി ഉപ്പ് കൂടിയെന്ന്. ഇച്ചിരി ഉപ്പ് കൂടി പോയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വട്ടത്തിലൊരു ഉള്ളിന്റെ പകുതിയൊന്നുമില്ല, അതിന്റെ മിഡിൽ ഭാഗമാണ്, അത് മുറിച്ച് അവിടെ വെച്ചു. ഞാൻ ചിക്കന്റെ പീസ് എടുത്ത് പ്ലേറ്റ് ഇടുകയും ചെയ്തത് കഴിക്കാൻ നോക്കുമ്പോഴാണ് കണ്ടത്. മാത്രമാണ് അത്, വെറും തോന്നലായിരുന്നു. അന്നേരം കുറച്ച് ഉപ്പ് കുറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കറിക്ക് ഉപ്പില്ലായിരുന്നല്ലോ, കൂടുതലില്ലായിരുന്നല്ലോ. എന്താ അതവിടെ ഇരുന്ന് വെന്തോളും. അത് ഓഫ് ആക്കിയാലും അവിടെ ഇരുന്ന് വേഗം അല്ലേ ഉള്ളി. അല്ലാതെ നമ്മളിങ്ങനെ വഴറ്റുമ്പോ എത്ര നേരം വേണം? ചൂട് കൊണ്ടിട്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് വെന്തോളും. അത് വലിയ വണ്ണമുള്ള പീസായിരിക്കും, എന്നാലും നല്ല ചൂടല്ലേ. മുട്ടേന്ന് കഴുകണേ. എന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ മുട്ടക്കറി കഴിച്ചത് ഇതിപ്പോ പറയാം. മുട്ട കഴുകണേ, ഇത് വെക്കണേ. താങ്ക് യു. കട്ടല മുട്ടായി സമയമില്ല, കഴിക്കാം.
നമ്മളെ ഇടയ്ക്ക് എപ്പോഴും വാങ്ങുന്ന ഒരു മുട്ടായി കടല മുട്ടായി അല്ലേ? നമ്മൾ നാട്ടിലെ ആ ഒരു പണ്ട് കഴിക്കുന്നതും ഒക്കെ ഒരു ഫീല് കിട്ടും. പിന്നെ തേൻ മുട്ടായി അതും വാങ്ങൂലേ എപ്പോഴും. അപ്പൊ നമ്മൾ ഇന്ന് പൊറോട്ടയും മുട്ടക്കറിയാണ്. ഫ്രോസൺ പൊറോട്ട ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന കല്ലില്. പിന്നെ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഫ്രോസൺ പൊറോട്ട ഞാൻ രാവിലെ കഷ്ടപ്പെട്ട പൊറോട്ട ആക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ട് പോയതാ. അതെ അതെ അതെ. അപ്പൊ ഞാന് ചോറ് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണേ. ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചോറ് പാക്ക് ചെയ്യുവാണ്. നമ്മുടെ സ്റ്റോക്കൊക്കെ തീർന്നു. ഇന്ന് പുതിയ കറിയൊക്കെ വെക്കണം. അയല വെക്കാം അല്ലേ? ഇങ്ങനെ വറക്കണ്ട അല്ലേ? എപ്പോഴും വറുത്ത ദോഷമല്ലേ? കറി പാത്രത്തിലേക്ക് ഇതിനകത്ത് നിന്ന് എടുക്കുന്നതായിരിക്കും ഓരോരുത്തർക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പം. നല്ല കുട്ടികളായിട്ട് വേഗം കഴിച്ചോട്ടോ. അതെങ്ങനെയാ? ഞാനുണ്ട്. കൊള്ളാവോ? ഏതു വിശന്ന് പോയോ? പൊറോട്ട എടുത്തോട്ടോ. കണ്ടുപിടിച്ചു. ഇട്ടാണോ കുഞ്ഞിന്? നമ്മള് ചോക്കോ പൗഡർ ഇട്ടിട്ട് നമ്മള് പ്ലെയിൻ ഫ്ലവർ ഇടും, എന്നിട്ട് ചോക്കോ പൗഡർ ഇടും, എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്തിരിക്കും. ഒരേ ദിവസം അത് ഡോ ആവണം.